ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പൊ മുമ്പോട്ട് വന്നിട്ട് എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം 10 മുതൽ 20 വരെയുള്ള വേദഭാഗം വായിച്ച് നമുക്ക് ഇന്നത്തെ മെസ്സേജിലേക്ക് കിടക്കാം. മുമ്പോട്ട് വന്നിട്ട് വചനം വായിക്കണം. എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം 10 മുതൽ 20 വരെയുള്ള വേദഭാഗം വായിച്ചിട്ട് പ്രാർത്ഥിക്കണം. വായിച്ച ശേഷം പ്രാർത്ഥിക്കണം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ 10-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ അധ്യായം 10 മുതൽ 20 വരെ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും പിശാചിന്റെ തന്ത്രങ്ങളിൽ എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുകയും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവേ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പായും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കൊടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിധി എടുത്തുകൊണ്ട് നിൽപ്പി. രക്ഷ എന്ന ശിരാസ്ത്രം, ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും എടുത്തുകൊള്ളുവേ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മാർഗം പ്രാഗൽഭ്യത്തോടറിയിക്കുവാൻ എന്റെ വായി തുറക്കുവാൻ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിച്ചും കൊണ്ടുവരണം. അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥിക്കണം. ഇന്നത്തെ വചനത്തിന് വേണ്ടിയിട്ട് സ്വർഗത്തിലെ ഇന്ന് ഈ രാത്രിയുടെ വേളയില് ഈ വചനം വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ വചനത്തിന്റെ അർത്ഥവും മറ്റും ഞങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കി തരേണ്ടതിന് പ്രസംഗിക്കുന്നതായ വചനം സംസാരിക്കുന്നതായ കർത്തൃദാസനോട് കൂടെ അത്ഭുതം പ്രവർത്തിച്ച് കർത്താവ് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വരുന്ന ഒരു വർഷക്കാലം നിലനിൽക്കുന്നതിന് ആവശ്യമായ ദൈവശക്തി ഇന്ന് രാത്രിയുടെ വേളയിൽ ഞങ്ങൾ എല്ലാവരും ധരിച്ചുകൊള്ളുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിച്ച പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ പിതാക്കന്മാരെയും മാതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരോടും കുഞ്ഞുങ്ങളെയും ഒക്കെയും കർത്താവായ യേശുക്രിസ്തുവിൽ സമർപ്പിച്ചുകൊണ്ട് എന്റെ പ്രാർത്ഥന ചുരുക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കുക. പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു ക്രിസ്തു വിശ്വാസി ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചിരിക്കണം. ഇതാണ് നമ്മുടെ വിഷയം. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുക. ഈ സർവായുധ വർഗം ധരിക്കാതെ ഒരു വ്യക്തിക്കും ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒരു വ്യക്തിയെ കർത്താവ് വിളിച്ച് പരിശുദ്ധാത്മാവ് നൽകി തന്റെ വചനപ്രകാരം ജീവിക്കുവാൻ കർത്താവ് ആക്കിയിരിക്കുന്നത് തന്നെയും നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മളോട് പറഞ്ഞു. ഓരോ ക്രിസ്തു വിശ്വാസിക്കും പരിശോധനയുണ്ട്, പരീക്ഷണങ്ങളുണ്ട്. ബൈബിൾ മുഴുവനും പരീക്ഷിക്കപ്പെടുവേണ്ട തരത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഒരു വാക്യവും ശരിയായ രീതിയിൽ ബുദ്ധിക്ക് വായിച്ച് മനസ്സിലാക്കി ഒരു വ്യക്തിയെ സ്വർഗം പ്രാപിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. ലൂക്കോസ് 24 നമ്മൾ കണ്ട് ആ എമ്മൗസിലേക്ക് പോയവരെ കർത്താവ് കണ്ട് സന്ധിച്ച് സംസാരിച്ചു കഴിഞ്ഞ ശേഷം അവർ ആഹ്ലാദത്തോടെ യെരുശലേമിലേക്ക് പോയി. കർത്താവ് അവരോട് പറഞ്ഞില്ല. അവരുടെ ഉള്ളിൽ വന്ന ശരിയായ അഭിഷേകം അവരെ യെരുശലേമിലേക്ക് നടത്തി. അത് കഴിഞ്ഞിട്ട് യേശു അപ്പോസ്തലന്മാരെ കണ്ട് സംസാരിച്ചപ്പോഴും എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും, നിങ്ങളോ
ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ. അതായത് പരിശുദ്ധാത്മാവ് പ്രാപിച്ച ശേഷം മാത്രമേ ശുശ്രൂഷയ്ക്കായി പുറപ്പെടാവൂ. വിശ്വാസികളായി കർത്താവ് വിളിക്കുന്നവരും പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരിക്കണം. നമ്മൾ മോശമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ വിളിച്ച് നല്ല രീതിയിൽ നിങ്ങൾ ജീവിക്കണം എന്ന് പറയുമ്പോൾ, നല്ല രീതിയിൽ ജീവിക്കേണ്ട ഒരു വ്യക്തിയെ നമ്മൾ എപ്രകാരമായിരിക്കും ഉണ്ടാക്കുന്നത്? എത്രയും നല്ലവണ്ണം ജീവിക്കാനുള്ള സാഹചര്യം ഉള്ളിടത്താണ് കൊണ്ടുവന്നാക്കുന്നത്. എന്നാൽ ദൈവം അങ്ങനെയല്ല ചെയ്തത്. തെറ്റിപ്പിക്കുന്നവനെ വച്ചിട്ട്, തെറ്റിപ്പിക്കാവുന്ന സാഹചര്യമുള്ളിടത്ത് ആണ് കർത്താവ് ദൈവത്തിന്റെ ജനത്തെ കൊണ്ടാക്കിയിരിക്കുന്നത്. ചെന്നായ്ക്കളുടെ ഇടയിൽ ഞാൻ നിങ്ങളെ കുഞ്ഞാടുകളെ പോലെ ആക്കിയിരിക്കുന്നു. ചെന്നായ്ക്കൾ എന്ന് പറയുമ്പോൾ ആരാണ്? ആടുകളെ കടിച്ചു കീറുന്നവരാണ്. ശരിയായ ആടിനെ ശരിയായ വഴിയിൽ നടക്കുന്നതിൽ നിന്ന് തെറ്റിക്കുന്നവരാണ് ചെന്നായ്ക്കൾ. എന്നാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കും. അപ്പോൾ തന്നെ ഈ ശത്രുക്കളുടെ ഇടയിൽ അവൻ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചിരിക്കണം. ഈ സർവായുധ വർഗം ധരിക്കാതെ നമുക്ക് ക്രിസ്തുവിൽ വളർച്ച പ്രാപിക്കാൻ കഴിയുകയില്ല. ക്രിസ്തുവിൽ വളർന്നതായി ദൈവം കണക്കിടുകയുമില്ല. അപ്പോൾ കർത്താവ് നമ്മെ വിളിച്ച് ചെന്നായ്ക്കളുടെ ഇടയിലാക്കിയിരിക്കുന്നു. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കാൻ പറഞ്ഞു. നമ്മൾ അങ്ങനെയൊന്നുമല്ല. എന്നാൽ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചാൽ നമുക്ക് അവണ്ണം ജീവിക്കാൻ കഴിയും. അതിനാദ്യമായിട്ട് പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. അതുകൊണ്ടാണ് നമ്മൾ സ്നാനം കർത്താവായ യേശു ക്രിസ്തു എന്ന നാമത്തിൽ ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കുക, നാം ഇവിടെ 6 വിഷയങ്ങളാണ് പറയുന്നത്. ഒരു പോരാളി എപ്പോഴും ഒരു ക്രിസ്തീയ പടച്ചട്ട എന്ന് പറയാം. ഒരു ക്രിസ്തു വിശ്വാസിക്ക് ഒരു പടച്ചട്ട ആവശ്യമാണെന്ന് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നു. ആ പടച്ചട്ട ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. എന്തിനാണ്? പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയേണ്ടതിന് പടച്ചട്ട അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഒന്നാമതായിട്ട് ആവശ്യമാണ്. ഇവിടെ 10-11 വാക്യങ്ങളിൽ വായിച്ചത്, ഒരു പടയാളിക്ക് ഉള്ള അല്ലെങ്കിൽ ഒരു ക്രിസ്തു വിശ്വാസി ഓരോ ഇഞ്ചും പോരാടേണ്ടതുണ്ട്. വീണ്ടും യേശു സ്നാനമേറ്റ് കയറിയ ഉടൻ തന്നെ പരിശോധകൻ വന്നു എങ്കിൽ നമ്മളും പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പരിശോധകൻ കൂടെ ഉണ്ടാവും. അപ്പോൾ ഒരു ക്രിസ്തു വിശ്വാസി ശരിയായ രീതിയിൽ ക്രിസ്തുവിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പടയാളി. പടയാളി ആയുധം വെച്ചുകൊണ്ട് വെറുതെ ഇരിക്കുകയല്ല, അവൻ ഓരോ നിമിഷവും ഓരോ ഇഞ്ചും പോരാടേണ്ടതുണ്ട്. അപ്പോൾ 10-11 വാക്യം ഒരു പടയാളിയുടെ കൽപ്പനയാകുന്നു. ആ വാക്യം, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. കണ്ടല്ലോ, ഒന്നാമതായി യെരുശലേമിലേക്ക് പോയത് എന്താണ്? അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. കർത്താവിലും, ഇൻ ജീസസ് ക്രൈസ്റ്റ്. ആ അഭിഷേകത്തോടു കൂടി കർത്താവിന്റെ വചനം കേട്ട് കർത്താവ് ആരാണെന്ന് തിരിച്ചറിഞ്ഞ്, യേശു എന്ന കർത്താവ് വേറെ, പിതാവ് എന്ന കർത്താവ് വേറെ എന്നല്ല, ഇത് ഒന്നാണെന്ന് തിരിച്ചറിയണം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും. അവന്റെ ആര്? ഈ കർത്താവ് തന്നെയാണ് ശക്തി, പിതാവായ ദൈവം. ആ ശക്തിയെ ധരിച്ചുകൊണ്ട് ശക്തിപ്പെടുവിനെന്ന്. അത് ശക്തിപ്പെട്ടാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. 11 എന്താണ്? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളും. പടയാളി ആദ്യം അറിയേണ്ടത് കർത്താവ് ആരാണെന്ന് തിരിച്ചറിയണം. അവന്റെ അമിത ബലത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയണം. തുടർന്ന് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളും. അടുത്ത് 12ാമത്തെ വാക്യം, പടയാളിയുടെ പോരാട്ടം മാനുഷികമല്ല, ആത്മീകമാണ്. 12ാമത്തെ വാക്യം പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും ഭരണാധികാരികളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മാ സേനയോട് മാത്രമേ. അപ്പോൾ മനുഷ്യരോടല്ല,
അവരെ പ്രേരിപ്പിക്കുന്ന ആത്മാവിനോടാണ്, അല്ലെങ്കിൽ നമ്മെ വിശ്വാസത്തിൽ നിന്ന് തകർക്കുവാൻ വരുന്ന ആ ആത്മാവിനോടാണ് പോരാട്ടം. അതുകൊണ്ടാണ് യേശുവിനെ ഉപദ്രവിക്കാൻ വന്നവർക്ക് വേണ്ടിയിട്ടും യേശു പ്രാർത്ഥിച്ചത്. കർത്താവെ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ ശരീരം ആ സമയം ഉപയോഗിച്ചത് പിശാചാണ്. അത് ആ വ്യക്തിക്ക് സ്വബോധത്തെ മന്ദമാക്കി, പരിജ്ഞാനത്തെ മന്ദമാക്കി പിശാച് ആ വ്യക്തിയെ ഉപയോഗിച്ചതാണ്. അടുത്ത 13-ാമത്തത് പടയാളിയുടെ ഒരു കടമയാണ് ദൈവത്തിന്റെ സർവായുധ വർഗം എടുക്കുക. 13. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാൻ സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് പടച്ചട്ട. എന്തൊക്കെയാണെന്ന് നമുക്ക് ചില കാര്യങ്ങളിലൂടെ നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ഈ ആജ്ഞ നൽകുന്നത് അല്ലെങ്കിൽ കൽപ്പന നൽകുന്നത് ക്രിസ്തുവിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കാണ്, ലോകക്കാർക്കല്ല. ലോകം എന്ന് പറയുമ്പോൾ സഭകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സഭകൾ, നിങ്ങൾ ലോകത്തിലായിരുന്നു, ഞാൻ നിങ്ങളെ ലോകത്ത് നിന്ന് തെരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് ലോകം നമ്മെ പകയ്ക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന നാമധേയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടല്ല, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനവുമായി ചേർന്ന് ക്രിസ്തുവിൽ ജീവിക്കുവാനും വളരുവാനും ക്രിസ്തുവിന്റെ സാക്ഷ്യമായി ജീവിക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ കൽപ്പന കൊടുത്തിരിക്കുന്നത്. വിശ്വാസി ഇവിടെ നൽകപ്പെട്ടിരിക്കുന്ന കൽപ്പനയും നിർദ്ദേശവും ചെവിക്കൊണ്ട് ആ പരീക്ഷകളിൽ, അതായത് പിശാചിന്റെ പരീക്ഷകളിൽ അല്ലെങ്കിൽ തന്ത്രങ്ങളിൽ വീണു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട വ്യക്തിയാണ് ഒരു വിശ്വാസം. ഇവിടെ 2 തരത്തിലുള്ള ഒരു ആജ്ഞയാണ് നൽകിയിരിക്കുന്നത്. വിശ്വാസി കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ഇവിടെ 2ആയിട്ട് പറഞ്ഞിരിക്കുന്നെങ്കിലും ഇത് ഒന്ന് തന്നെയാണ്. ക്രിസ്തുവിൽ അല്ലെങ്കിൽ ആത്മാവിൽ അല്ലെങ്കിൽ കർത്താവിൽ ശക്തി പ്രാപിക്കണം. ഒരു വിശ്വാസിക്ക് അവൻ ബുദ്ധിപരമായി എന്തറിഞ്ഞിരിക്കുന്നു എന്നതിലല്ല അവന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നത്. ലോകസഭകൾ പറയുന്നത് അന്യഭാഷ പ്രാപിച്ചോ എന്ന് ചോദിക്കും, അല്ലെ? എല്ലാ സഭകളിലും ആൾക്കാർ ചോദിക്കുന്നത് അന്യഭാഷ പ്രാപിച്ചുവോ. അന്യഭാഷ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവില്ല എന്നാണ് പറയുന്നത്. അത് തെറ്റായ പഠിപ്പിലാണ്. നമ്മുടെ സഭ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം അന്യഭാഷ എന്ന് പറയുന്നത് കൃപാവരമാണ്. കൃപാവരമോ നീങ്ങിപ്പോകും, എന്നാൽ പരിശുദ്ധാത്മാവോ വീണ്ടെടുപ്പിൻ നാൾ വരെ മുദ്രയിട്ടിരിക്കുന്നതാണ്. അത് നീങ്ങിപ്പോകുന്നല്ല. ഈ സഭകൾ എല്ലാം അന്യഭാഷ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവുണ്ടോ? ഉണ്ട് എന്ന് പറയും. എന്നാൽ ശരിയായ അഭിഷേകം പോലും പ്രാപിച്ചിട്ടില്ല. ശരിയായ, നമ്മുടെ വരച്ച് പഠിച്ചതാണ്, ശരിയായ ഒരു അഭിഷിക്തനിൽ നിന്ന് ദൈവവചനം കേട്ടാൽ ശരിയായ അഭിഷേകത്തിലാണെങ്കിൽ അവൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം എന്തെന്ന് മനസ്സിലാക്കിയിരിക്കും. അത് കണ്ടു വിശ്വസിക്കുന്നതാണ്, അവിശ്വാസിക്കുള്ളതാണ്. കാണാതെ വിശ്വസിക്കുന്നവനാണ് പിതാവിന്റെ നാമം കർത്താവ്, പുത്രന്റെ നാമം യേശു, പരിശുദ്ധാത്മ നാമം ക്രിസ്തു. ഈ കാണാൻ, ലോക സഭ എന്ന് പറയുന്നവർക്ക് കാണാൻ കഴിയാതിരിക്കുന്നതിന് നമുക്ക് ദൈവം കാണിച്ചു തന്നു. അത് ശരിയെന്ന് ബോധ്യം ഹൃദയത്തിലാണ് വന്നത്. അവരുടെ ബൈബിളിൽ കിടക്കുന്നില്ലേ? അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് ഉറപ്പിച്ചു. അതാണ് ക്രിസ്തു വിശ്വാസി, ക്രിസ്തുവിനുള്ളവർ. അല്ലാതുള്ളവരെ ക്രിസ്തുവിനുള്ളവരായി ദൈവം കണക്കിടുകയില്ല. അപ്പോൾ ബുദ്ധിയിലോ അന്യഭാഷയിലോ കൃപാവരങ്ങളിൽ ഒന്നുമല്ല ഒരു ക്രിസ്തു വിശ്വാസി. കൃപാവരങ്ങൾ വാഞ്ചിപ്പനാണ്, അത് ആഗ്രഹിപ്പിൻ. വാഞ്ചിക്കുന്നവനെ ലഭിക്കും, കർത്താവ് നൽകും. ഒരു വിശ്വാസി, അതായത് ക്രിസ്തു വിശ്വാസി, എപ്പോഴും സർവായുധ വർഗം ധരിച്ചിരിക്കണം. വിശ്വാസിയുടെ ഹൃദയം ശക്തമാണെങ്കിൽ അവൻ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുവാൻ തയ്യാറുള്ളവനായിരിക്കും. എന്താ അങ്ങനെ പറയാൻ കാരണം? അവന് ലഭിച്ച സുവിശേഷം ഓരോ കാറ്റിനാൽ ആടി ഉലയുന്ന ഓടാമ്പൽ പോലെ ആയിരിക്കില്ല. ഈ നങ്കൂരം ഉറപ്പുള്ള നങ്കൂരമായിരിക്കും. ക്രിസ്തു എന്ന പാറമേൽ
നങ്കൂരമിട്ടതായിരിക്കും. ഈ നങ്കൂരം അറിയാലോ, കപ്പല് തിരയിലും കടലിലും ഓളങ്ങളിലൊക്കെ മറിഞ്ഞു പോകുന്ന സന്ദർഭം വരുമ്പോൾ, പ്രകൃതിക്ഷോഭം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അത് പാറയിടുക്കുകൾ എവിടെയൊക്കെ എന്നത് എല്ലാവർക്കും അറിയാം. ആ റൂട്ടിലേക്ക് പോയി പാറയുടെ ഇടുക്കിൽ ഈ നങ്കൂരത്തെ മുടക്കി തിരികെ വലിക്കുമ്പോൾ അത് ടൈറ്റായി നിൽക്കും. അത് ഓരോ വശത്തും അങ്ങനെയുണ്ട്. പിന്നെ എത്ര കാറ്റടിച്ചിരുന്നാലും അത് ആടിപ്പോവുകയില്ല. ഒരു ക്രിസ്തു വിശ്വാസി ക്രിസ്തുവിൽ നങ്കൂരമിട്ട വ്യക്തിയായിരിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടുകൊണ്ട് ചഞ്ചലിച്ചു പോകരുത്. സംശയങ്ങളുണ്ടാകാം, ചോദ്യങ്ങളുണ്ടാകാം. ചിലപ്പോ അങ്ങനെ അല്ലേ പാസ്റ്റർ, അങ്ങനെ പറയുന്നില്ലേ എന്നൊക്കെ ആകാം. അപ്പോഴും കർത്താവിനോട് ചോദിക്കുക. ബുദ്ധിയല്ല, ഒരു ക്രിസ്തു വിശ്വാസി ധരിക്കേണ്ട ആയുധം പരിശുദ്ധാത്മാവാണ്. അവന്റെ ഹൃദയമാണ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലാണ് പരിശുദ്ധാത്മാവ് വരാൻ. അല്ലാതെ ബുദ്ധിയിൽ ബൈബിൾ കോളേജ് വഴി പഠിപ്പിച്ചിരിക്കുന്നത് മുഴുവനും എതിർ ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ബൈബിൾ കോളേജ് തുടങ്ങിയത് തന്നെ പിശാചാണ്. അവർ കർത്താവായ യേശു ക്രിസ്തു നാമം ഉപയോഗിക്കില്ല, എതിർ ക്രിസ്തുക്കളാണ്. അപ്പോൾ ഒരു ക്രിസ്തു വിശ്വാസിയുടെ സർവായുധ വർഗം ധരിക്കുവാനുള്ളത് ഹൃദയത്തിൽ ആദ്യം പരിശുദ്ധാത്മാവ്, ക്രിസ്തുവിൽ അല്ലെങ്കിൽ കർത്താവിൽ പരിശുദ്ധാത്മാവിനാലാണ്, ബുദ്ധിയിലല്ല. ബുദ്ധിയിൽ പഠിക്കാൻ പോകരുത്. ഒരു പടയാളിക്ക് പോരാടുവാൻ തക്കവണ്ണം ഹൃദയത്തിൽ ആ ദൈവീക ഇടപെടൽ ഇല്ല എങ്കിൽ അവന് നിൽക്കുവാനും കഴിയുകയില്ല. അതായത് പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വരുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനാൽ അവനെ വഴി നടത്തപ്പെടുന്നവനായിരിക്കണം. ഒരുവന്റെ ഹൃദയത്തിൽ ദൈവ സാന്നിധ്യവും ദൈവത്തിന്റെ ബലവും ഉണ്ടെങ്കിൽ അവൻ ക്രിസ്തു വിശ്വാസി എന്ന് പറയാം. എങ്ങനെയാണ്? ആ പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവവചന പ്രകാരം അവന് നിലനിൽക്കാൻ കഴിയുന്നുവെങ്കിൽ അവൻ ക്രിസ്തു വിശ്വാസി. അവൻ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുവാൻ അവൻ യോഗ്യൻ. അപ്പോ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുവാനുള്ള യോഗ്യത ഒന്ന്, ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, മെസ്സേജ് വായിച്ചിട്ട് വരണമെന്ന്. ബുക്കോ പേനയോ പേപ്പറോ കൊണ്ടുവരണമെന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഒന്ന്, കർത്താവ് ആരാണെന്ന് തിരിച്ചറിയുക. അപ്പോൾ എന്ത് പറ്റും? അവൻ രക്ഷിക്കപ്പെട്ടു. ഫസ്റ്റ് സ്റ്റേജായി. കർത്താവിലും അവന്റെ അമിത ബലത്തിലും എന്ന് പറയും രക്ഷിക്കപ്പെട്ടവനാണ് സ്നാനം. പരിശുദ്ധാത്മാ ശക്തി ലഭിക്കുന്നത് അവനാണ് ദൈവസഭയുടെ ഭാഗമാകുന്നത്. അവന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്നാൽ ഈ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുവാൻ ഈ പരിശുദ്ധാത്മാവ് അവനെ സഹായിക്കും. ഈ പരിശുദ്ധാത്മാവ് എതിരാളിയെ നമ്മൾ ആരാണെന്ന് പ്രദർശിപ്പിച്ച് കാണിക്കുന്നതാണ്. എതിരാളി എന്ന് പറയുമ്പോൾ ആരാണ്? എതിരാളി എന്ന് പറയുമ്പോൾ നമ്മൾ പിശാചിനെ നോക്കിക്കൊണ്ടിരിക്കും. പിശാചല്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വെളിപ്പാടിന് വിരുദ്ധമായ ആര് നമ്മളോട് സുവിശേഷം അറിയിക്കാൻ വന്നാലും അവൻ എതിരാളിയാണ്. ആർക്ക്? നമുക്കും ക്രിസ്തുവിനും എതിരാളിയാണ്. അതുകൊണ്ടാണ് ഈ സഭകളെ കുറിച്ച് നാം പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പൊ നോക്കൂ, മുൻപ് ഞാൻ പോയിക്കൊണ്ടിരുന്ന സഭയിൽ അത് കൃത്യമായി പറഞ്ഞു തരാൻ തക്കവണ്ണം കർത്താവ് ഒരു വ്യക്തിയെ ഉപയോഗിച്ചു. വില്യം മാരിയം ബ്രൺഹാം എന്ന വ്യക്തിയെ ദൈവം ഉപയോഗിച്ചുകൊണ്ട് ശരിയായത് പഠിപ്പിച്ചപ്പോൾ അതേ ആത്മാവോടുകൂടി നമ്മിലേക്ക് വന്ന ദൈവിക വെളിപ്പാടാണ് നമ്മെ ആ സഭയിൽ നിന്ന് യഥാർത്ഥ ദൈവിക വെളിപ്പാടിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭവനങ്ങളിലുള്ളവരോ ബ്രദർ എന്നുള്ള പറഞ്ഞ് വീട്ടിൽ നിന്ന് അവരെല്ലാവരും മറ്റൊരു ആരാധനയ്ക്ക് പോകുന്നു. നമ്മുടെയും വേണ്ടപ്പെട്ട പലരും മറ്റു പല ആരാധനകൾ പോയിരിക്കുന്നു. അവർ നമ്മെക്കാൾ വേഗതയിലും ഇന്നലെ മുതൽ ഉപവാസവും പ്രാർത്ഥനയും, ചിലപ്പോൾ 2 ദിവസം മുമ്പേ ഉപവാസവും പ്രാർത്ഥനയും കരുതലുകളും ഒക്കെ ആയിരിക്കാം. പക്ഷെ എങ്ങോട്ടാ പോകുന്നത്? അവർ ശക്തിയെ ത്യജിച്ച് ഭക്തിയുടെ മൂർച്ച കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ എതിരാളിയുടെ മുമ്പിൽ പരിശുദ്ധാത്മാവിനാൽ നാം ആരാണെന്ന് തെളിയിക്കുക എന്നതാണ് സർവായുധ വർഗം ധരിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ആദ്യത്തെ പ്രതിഫലം. പ്രതിഫലിച്ചാൽ ആദ്യം കർത്താവ് ആരാണെന്ന് അറിഞ്ഞു, രക്ഷിക്കപ്പെട്ടു. അടുത്ത അമിത ബലത്തിൽ പരിശുദ്ധ കർത്താവ് യേശു ക്രിസ്തു. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം രക്ഷിക്കപ്പെട്ടവനാണ് സ്നാനം, സ്നാനപ്പെട്ടവനാണ് പരിശുദ്ധാത്മാവ്. അവരെയാണ് ദൈവസഭ. അതായത് ഇതുപോലത്തെ ഒരു ആലയമല്ല,
ക്രിസ്തു എന്ന ശരീരമാകുന്ന സഭയിലേക്കാണ് അവനെ കർത്താവ് ആദ്യമായി ചേർക്കുന്നത്. അങ്ങനെ ചേർക്കപ്പെട്ടവരുടെ ഒരു കൂട്ടമാണ് ലോക്കൽ സഭ. ആ സഭയിലാണ് അവൻ പിന്നെ എങ്ങനെ എന്തായിരിക്കണം? സർവായുധ വർഗം ധരിച്ചിരിക്കണം. എന്താണ് നമുക്ക് നോക്കാം. ഒരു പടയാളിയുടെ ശത്രു ഇപ്പൊ നമ്മൾ പഠിച്ചു ആരാണ്? പിശാചാണ്. പക്ഷെ നമ്മുടെ മുമ്പിൽ ഈ വചനത്തിനെതിരെ എന്ന് വിചാരിക്കരുത്. ഈ വരുന്ന ഒരു ക്രിസ്ത്യാനികളും വചനത്തിനെതിരെ നിൽക്കില്ല. ആരെങ്കിലും നിൽക്കുവോ? കാരണം എന്താ? എല്ലാവരുടെ കയ്യിലും വചനമുണ്ട്. പക്ഷെ ഈ വചനത്തിനെതിരെ നിൽക്കാതെ അവർ വചനത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് കരുതും? അവരെല്ലാം ക്രിസ്ത്യാനികളാണ്. എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനിയെ തിരിച്ചറിയുന്നത് ദൈവിക വെളിപ്പാടിനോട് പോരാടുന്നവനാണ് എതിർ ക്രിസ്തു. യേശു ക്രിസ്തു എന്നത് തന്നെ വെളിപ്പാടാകുന്നു. കർത്താവായ യേശു ക്രിസ്തു എന്നതാണ് വെളിപ്പാട്. ഈ കത്തോലിക്ക പെന്തക്കോസ്ത് എല്ലാ സഭകാരും പറഞ്ഞാൽ ശരി, നിങ്ങൾ വെളിപ്പാട് പ്രാപിച്ചു. അവരാദ്യം ചോദിക്കും അന്യഭാഷ ഉണ്ടെന്ന് ചോദിക്കുന്നു. അടുത്ത അഭിഷേകം പ്രാപിച്ചോ? അതെ, അഭിഷേകം പ്രാപിച്ചോ എന്ന് ചോദിക്കും. അല്ലെ, സാധാരണ നമ്മളും അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് നിങ്ങൾ വെളിപ്പാട് പ്രാപിച്ചോ എന്നാ ചോദിക്കേണ്ടത്. ദൈവം തന്റെ സഭയെ പണിയുന്നത് വെളിപ്പാടില്ല. വെളിപ്പാട് ലഭിക്കാത്തൊരു വ്യക്തിക്ക് ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ല. നമ്മൾ തിരിച്ചറിയേണ്ട ആദ്യത്തെ വെളിപ്പാടാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതിന്റെ വെളിപ്പാടാണ് കർത്താവായ യേശു ക്രിസ്തു. ഇതാണ് അവരോട് ആദ്യം പറയാനുള്ളത്. അപ്പോൾ അതിനോട് ആര് എതിർത്ത് നിൽക്കുന്നുവോ അവരാണ് ശത്രു. ആർക്ക്? നമുക്കല്ല, ദൈവത്തിന് ശത്രു. ദൈവം അല്ലെങ്കിൽ കർത്താവ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? വെളിപ്പാട്. ഈ ദൈവം ദൈവം എന്ന് ലോകർ പറയുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ലോകക്കാരെല്ലാരും പറയുന്നുണ്ട്. നമ്മളെ സഭ പറയുന്നത് അങ്ങനെ അറിയാവോ? ലോർഡ് ബ്ലസ് യു, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലോകക്കാർക്ക് ദൈവം എന്ന് പറഞ്ഞതാണ് എന്റെ കർത്താവ്. ഇത് തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ പെന്തക്കോസ്ത് മറ്റുള്ള സഭകൾക്കും പരിശുദ്ധാത്മാവ് ഉണ്ട് എങ്കിൽ ഈ യേശു തന്നെയാണ് സൃഷ്ടികർത്താവായ ദൈവം എന്നവർ പറയുമായിരുന്നു. അവരുടെ ദൈവം ആരാണ്? യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം. പിന്നെ യേശു ക്രിസ്തുവും ദൈവം എന്ന് പറയും. അപ്പോൾ ശീതോഷ്ണവാനായി ഒരുവനേ ഉള്ളൂ എന്ന് തിരിച്ചറിയണം. അപ്പോ പിശാചിന്റെ തന്ത്രങ്ങൾ, ചതി, ഉപായം, കൗശലം ഇവയൊക്കെയും നാം തിരിച്ചറിയണം. ഇത് വീണ്ടും ഞാൻ പറയുന്നു, പിശാച് കൊമ്പും വെച്ച് നാക്കും തള്ളി കണ്ണുരുട്ടി അല്ല വരുന്നത്. നമ്മളെപ്പോലെ മനുഷ്യ വേഷത്തിൽ, പുരോഹിത വേഷത്തിൽ, വിശ്വാസികളുടെ വേഷത്തിൽ തന്നെ അവൻ വരും. ഇതാണ് പിശാചിന്റെ തന്ത്രം. അല്ലാതെ ഒരു അവിശ്വാസി സഭയിലോ നമ്മുടെ വീട്ടിലോ എവിടെയും വന്നിട്ട് വചനം പറഞ്ഞാൽ നമുക്കറിയാം അവൻ ഇത് വിശ്വസിക്കാത്തവനാണ്, നമ്മൾ കേൾക്കില്ല. എന്നാൽ നമ്മൾ കേൾക്കുമെന്ന് പിശാചിന് അറിയാമെന്ന് ആരെയാണ്? പുരോഹിത വർഗത്തെ, ലോകത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരെ. പിശാച് അവരിൽ കടന്നിട്ടാണ് ദൈവിക വചനത്തിനെതിരായിട്ടല്ല, വെളിപ്പാടിനെതിരായിട്ടാണ്. അപ്പോൾ വെളിപ്പാടിനെതിരായിട്ട് സംസാരിക്കണമെങ്കിൽ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടില്ല. കാരണം എന്താ? വെളിപ്പാട് എന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്ന സംഭവത്തെ മറനീക്കി തരുന്നതാണ് വെളിപ്പാട്. അതാ യേശു പറഞ്ഞത്, ഞാൻ പോയ ശേഷം സത്യത്തിന്റെ ആത്മാവ് വരും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പൊ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി കിട്ടുന്നവനാണ് വെളിപ്പാട് ലഭിച്ചവൻ. ആ വെളിപ്പാടാണ് കർത്താവായ യേശു ക്രിസ്തു. നോക്കൂ, അപ്പോൾ അവന്റെ തന്ത്രം തിരിച്ചറിയണം. അവൻ പുരോഹിത വേഷത്തിൽ, വിശ്വാസിയുടെ വേഷത്തിൽ ആയിരിക്കും വരുന്നത്. സാത്താൻ അവന്റെ വിശ്വാസിയെ അവന്റെ മോഹങ്ങൾക്ക് വശംവദരാകുവാൻ തക്കവണ്ണം അവൻ മെനഞ്ഞെടുക്കുന്നു. ശ്രദ്ധിച്ചല്ലോ, നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല? സാത്താൻ അവന്റെ വിശ്വാസിയെ എന്നാണ്, ദൈവവിശ്വാസി എന്നല്ല. ദൈവവിശ്വാസിയെ കിട്ടില്ല. അവന്റെ വിശ്വാസി എന്ന് പറയുമ്പോൾ ഈ സഭകൾ തന്നെയാണ്. അവൻ ബുദ്ധിയിൽ പഠിപ്പിച്ചിട്ട് ദൈവവചനത്തോടും വെളിപ്പാടിനോടും ചേർന്ന് നിൽക്കുന്നവരെ തെറ്റിക്കുന്നതിനായി വരുമ്പോൾ
തന്ത്രം തിരിച്ചറിയാത്ത വ്യക്തിയാണെങ്കിൽ പാസ്റ്റർ അല്ലേ പറഞ്ഞത്, ഈ സഭകൾ മുഴുവൻ ഇങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്, അത് തന്നെയാണ് ശരിയെന്ന് വിചാരിക്കും. എന്നാൽ യേശു വന്ന കാലവും അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും പഴയ കാലം മുഴുവൻ നോക്കിയാൽ അറിയാം, ഓരോ കാലത്തും ശരിയായ വചനങ്ങൾ വെളിപ്പാട് ഗ്രഹിച്ചിട്ടുള്ള വളരെ ചുരുക്കം പേരാണ്. അങ്ങനെയെങ്കിൽ നമ്മളും ചെറിയ കൂട്ടരായിരിക്കും. വലിയ കൂട്ടം നോക്കിക്കൊണ്ട് അല്ല യേശു പറഞ്ഞത്, ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട എന്നാണ് പറഞ്ഞത്. എന്നാൽ സാത്താൻ ദൈവവിശ്വാസത്തിലുള്ളവരുടെ അടുക്കിലേക്ക് അവന്റെ ജനത്തെ അയക്കുന്നു. അവർക്ക് ആകർഷണീയമായ തരത്തിൽ അവൻ അവരെ അയക്കുന്നു. എങ്ങനെ ആകർഷിക്കപ്പെടുന്നത്? പുരോഹിത വേഷത്തിൽ, ബൈബിൾ പരിജ്ഞാനത്തിൽ, ആ ജ്ഞാനത്തിൽ, ബുദ്ധിയുടെ അറിവിനാൽ അവൻ നമ്മെ സമീപിക്കുമ്പോൾ. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിൽ ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ വന്നിട്ട് സുവിശേഷം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സുവിശേഷം പറയുമ്പോഴോ ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അതാണ് കേൾക്കേണ്ടത് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് അവരോട് എതിർക്കാൻ കഴിയും? നമ്മളെന്തായിരിക്കും? വലിയ കുടയോറൊക്കെ ഉള്ള ജുബയൊക്കെ കിട്ടുന്ന വലിയ പാസ്റ്റർ അല്ലേ, വേറെ 4-5 പേരില്ലേ, അവരോട് എങ്ങനെ എതിർക്കുന്നത് എന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ മൗനമായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രാപിച്ച ആത്മാവ് ഏതെന്ന് നോക്കണം. അതല്ല എങ്കിൽ അവർ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ ദേഷ്യപ്പെടാൻ വേണ്ട. 1 മിനിറ്റ്, ഇത്രയും സമയം നിങ്ങൾ പറഞ്ഞത് കേട്ടല്ലോ, ഇനി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുന്നു പറഞ്ഞ് ശരിയായത് പറഞ്ഞ് കേൾപ്പിച്ചിട്ട് അവിടുന്ന് അയക്കാവൂ. അവർ വിശ്വസിക്കുന്നോ ഇല്ലേ എന്നുള്ളതല്ല, അവരോട് അറിയിച്ചിരിക്കണം. അതാകുന്നു എന്റെ സാക്ഷ്യം. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവ വേദനപ്പെടുന്നു. എന്റെ ഉള്ളിൽ വന്ന ആ ദൈവത്തിന്റെ ആത്മാവ് അതാണ് പ്രേരിപ്പിക്കുന്നതെങ്കിൽ അത് അതേ പ്രേരിപ്പിക്കുള്ളൂ. അത് നിങ്ങൾ പറഞ്ഞിരിക്കണം. പിന്നെ പിശാചിന്റെ മറ്റൊരു തന്ത്രം, ഒരു ക്രിസ്തു വിശ്വാസിയെ അവൻ ഒരിക്കലും പിൻപോട്ട് തള്ളിയിടാൻ ശ്രമിക്കുകയില്ല. നമ്മൾ അങ്ങനെയാണ് നോക്കിയിരിക്കുന്നത്. അവന്റെ തന്ത്രം തിരിച്ചറിയാൻ. ഇപ്പം ഞാൻ ദൈവവചന പ്രകാരം ക്രിസ്തുവിൽ വളർന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ എന്നെ പിന്നിലേക്ക് വലിക്കുന്നുവെങ്കിൽ എനിക്കറിയാം അത് എതിർ ക്രിസ്തുവാണ് എന്ന് മനസ്സിലാക്കാം. പിശാച് എന്ത് ചെയ്യും? ആ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ എന്നെ മുന്നോട്ട് വീഴിക്കും. അപ്പോൾ ക്രിസ്തു വിശ്വാസിയായി നിൽക്കുന്ന നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരുപാട് ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മോഹങ്ങളും മോഹഭംഗങ്ങളും ഒക്കെ ഉണ്ടാവും. ഇത് അവൻ തിരിച്ചറിയും. എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്നെ ഈ കർത്താവിൽ നിൽക്കുമ്പോൾ തന്നെ അതിനെയും കൂടെ ചേർത്ത് ഞാൻ ക്രിസ്തു വിശ്വാസിയാണ് എന്ന് പറഞ്ഞ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ വീണുപോയിട്ട് മാസങ്ങളോ വർഷങ്ങളോ ആയിട്ടിരിക്കും. അപ്പോൾ അവന്റെ തന്ത്രമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ എന്തുവരിക്കും? എല്ലാം ദൈവത്താൽ. പക്ഷേ അതിന്റെ തന്ത്രങ്ങൾ നാം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ അവിടെയും വീണുപോകും. അതുകൊണ്ട് ഓർക്കേണ്ടത്, സാത്താൻ കൊമ്പുകളും കൂർത്ത വാലും കൈകളും കൊണ്ട് അല്ല നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ തീച്ചൂള പോലെ ചുമന്ന കണ്ണുകളുമായല്ല അവൻ വരുന്നത്. അവൻ വരുന്നത് ഒരു മനുഷ്യരൂപത്തിലാണ്. മൃഗങ്ങളുടെയോ പക്ഷിയുടെയോ രൂപത്തിലല്ല, ഒരു മനുഷ്യ വേഷത്തിൽ, പുരോഹിത വേഷത്തിൽ, വിശ്വാസിയുടെ വേഷത്തിലാണ് അവൻ വരുന്നത്. അവന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയണം. അവന്റെ ഒന്നാമത്തെ തന്ത്രം വ്യാജ ഉപദേശം. വചനം തിരിച്ചു പറയുകയല്ല, വെളിപ്പാടിനെതിരായി സംസാരിക്കും. അവ നാം തിരിച്ചറിഞ്ഞിരിക്കണം. കാരണം സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങൾ നാം അറിയാത്തവരല്ലോ. 2 കൊരിന്ത്യർ 2:11. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചില വചനങ്ങൾ പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. യോഹന്നാൻ 8:44 പറയുന്നത്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. ആരാണ്? വചനത്തിനെതിരെ നിൽക്കുന്നവരല്ല, വെളിപ്പാടിനെതിരെ നിൽക്കുന്നവർ. അതാരായാലും ഏത് സഭയായാലും എത്ര വലിയ ജനങ്ങളെന്ന് പറഞ്ഞാലും, എത്ര അത്ഭുതം, അടയാളം, വീര്യപ്രവൃത്തിയും, പ്രവചനം, അന്യഭാഷയോ അല്ലെങ്കിൽ നല്ലടിക്കും രോഗി സൗഖ്യമായാലോ മരിച്ചവരെ ഉയർപ്പിച്ചു എന്ന് എന്ത് പറഞ്ഞാലും വെളിപ്പാടിനെതിരെ നിൽക്കുന്നുവെങ്കിൽ അവർ എതിർ ക്രിസ്തുവാണ്. അവരോടാണ് പറയുന്നത്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. യോഹന്നാൻ 8:44. നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു. എന്റെ പിതാവിന്റെ മോഹം എന്താണ്?
പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലെ അയക്കും, നിങ്ങളോ ഉയർന്നു ശക്തി ധരിക്കുവോളം യെരൂശലേമിൽ പാർപ്പിൻ. യെരൂശലേമിൽ ചെന്നപ്പോൾ പറഞ്ഞത് ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്ഥാനമേൽപ്പിൻ എന്ന് പിതാവ് പത്രോസിനോട് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് പറയുന്നവർ പിശാച് എന്ന പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുന്നവരാണ് ഈ സഭകൾ മുഴുവനും. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അവൻ ആദ്യം മുതൽ കൊലപാതകയായിരുന്നു. ആരാ ആദ്യത്തെ കൊലപാതകി? കായീനല്ല, പിശാചാണ്. പിശാച് കായീനിൽ കടന്നിട്ടാണ് തന്റെ അനുജനായ ഹാബേലിനെ കൊന്നത്. അതിനു മുമ്പ് നടന്ന കൊലപാതകം എന്താണ് അറിയാമോ? അതിനു മുമ്പ് നടന്ന കൊലപാതകം ഇതാ പറഞ്ഞത്. ബൈബിൾ എഴുതിയിരിക്കുന്നത് ബുദ്ധിയിൽ നമ്മൾ വായിച്ചാൽ തെറ്റിപ്പോകുന്ന തരത്തിൽ തന്നെയാണ്. ആദ്യമായി ഉണ്ടായ കൊലപാതകം എന്ന് പറഞ്ഞാൽ മരണമാണ്. ആദ്യമായി ഉണ്ടായ മരണം ഏദൻ തോട്ടത്തിലാണ്. ദൈവം അരുത് എന്ന് പറഞ്ഞത് ആകാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞിടത്താണ് ആദ്യത്തെ മരണം. ഇനി ഒന്നാമത് പാപം നടന്നത് എവിടെയാണ്? ആദ്യത്തെ പാപം നടന്നത് എവിടെയാണ്? സ്വർഗത്തിലാണ്. വിശ്വസിക്കൂ, ഒന്നാമത്തെ പാപം നടന്നത് സ്വർഗത്തിലാണ്. അതുകൊണ്ടാണ് ലൂസിഫറിനെ വെട്ടിവീഴ്ത്തേക്ക് വന്നത്. ഞാൻ ദൈവത്തെക്കാൾ വലുതാവും, ഉത്തരദിക്കിൽ ദൈവത്തിന്റെ സിംഹാസനങ്ങൾക്ക് മുകളിൽ വാണരളും. അപ്പോൾ ദൈവം സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ്. അപ്പൊ ഇതെല്ലാം അവൻ അറിയാവുന്നത് കൊണ്ട്, അപ്പോൾ പാപം എന്നാൽ എന്താണ്? ദൈവവചനത്തിനും ദൈവിക പദ്ധതികൾക്കും എതിരായിട്ടുള്ള ചിന്തയോ സംസാരമോ പ്രവൃത്തിയോ ആണ് പാപം. അങ്ങനെയെങ്കിൽ ആദ്യമായി പാപം നടന്നത് സ്വർഗത്തിലാണ്. ലൂസിഫർ ആ പാപചിന്തയാലാണ് കർത്താവ് അവനെ വെട്ടി ഭൂമിയിലേക്ക് ഇട്ടത്. അവനാണ് ആദ്യത്തെ ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകിയും പിശാചാണ്. എന്നാൽ സ്വർഗത്തിൽ ആദ്യത്തെ കൊലപാതകി എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് അറിയാമോ? കൊലപാതകമെങ്കിൽ അവൻ പറയുന്ന ഉപദേശം കേട്ട് ആരെങ്കിലും അനുസരിച്ചിരിക്കണം. അനുസരിച്ച് ആ വ്യക്തി പാപത്തിൽ മരിച്ചാൽ ആദ്യത്തെ കൊലപാതകി. എന്നാൽ ഭൂമിയിൽ അവൻ ആദ്യത്തെ കൊലപാതകി. അവൻ ചിന്തിച്ചപ്പോൾ തന്നെ കർത്താവിന് മനസ്സിലായി, അവനെ സ്വർഗത്തിൽ നിന്ന് വെട്ടി വീഴ്ത്തി. ഭൂമിയിൽ വന്ന ആദ്യത്തെ പാപം ആദാമിനെ ഹവ്വയോടും സംസാരിച്ച് അവിശ്വസിച്ചപ്പോഴാണ് ആദ്യ പാപം. പിന്നെ തുടർന്ന് അതിന്റെ ഫലമുണ്ടായി. രക്തത്താൽ പാപത്താൽ രക്തം ഇടകലർന്ന് ഒരു സന്തതി ജനിച്ചു. അതുകൊണ്ടാണ് രക്തം ചീന്തണമെന്ന് കർത്താവ് പറഞ്ഞത്. തുടർന്നാണ് ആ രക്തം ചീന്തിക്കൊണ്ട് പിശാച് ഒരുവനെ കൊന്നു. അപ്പൊ പാപത്തിന്റെ ശമ്പളം മരണമെന്ന് പറഞ്ഞാൽ, പാപപരിഹാരത്തിന് രക്തം ചീന്തണമെന്ന് പറഞ്ഞാൽ, പിശാച് ദൈവത്തെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ നോക്കിയത്. ഇതൊക്കെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഒന്നും ബുദ്ധിയിൽ പോലും എത്തില്ല, ബുദ്ധിയിലെത്തില്ല, വെളിപ്പാടിലെത്തില്ല. പാപത്തിന്റെ ശമ്പളം മരണമെന്ന് പറഞ്ഞാൽ മരണം വരിക്കുന്നതിന് മുമ്പ് രക്തം ചീന്തണം. ആ രക്തം ചിന്തിയാൽ പാപത്തിന് പരിഹാരമായി എന്നാണ്. അപ്പോൾ ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കാൻ പോയ പിശാച് ഭൂമിയിൽ വന്നിട്ട് ഞാൻ ആദ്യ മാതാപിതാക്കളെ പാപത്താൽ ഉപദേശിച്ചു, അവർ പാപം ചെയ്തു, ഒരു പാപ പരിഹാരത്തിന് ഞാൻ ഒരുവനെ കൊന്നു, രക്തം ചീന്തി. പാപപരിഹാര മാർഗം. ദൈവത്തെ പറ്റിക്കാൻ കഴിയില്ല, മനുഷ്യനെ പറ്റിക്കാം, ബുദ്ധിയിൽ ആശ്രയിക്കുന്നത്. അല്ല എങ്കിൽ ശരിയായ രീതിയിൽ ഇടകലർന്ന ആദാം ഹവ്വയ്ക്കും ആ സർപ്പന്റ് എന്ന ജന്തുവുമായുള്ള ബന്ധത്തിലൂടെ, രക്തസമ്പർക്കത്തിലൂടെ ആണ് ആ കായീൻ ജനിച്ചത്. അവൻ ജനിച്ച ആ രക്തം തന്നെ പിശാച് വന്ന് ആദ്യമേ വെട്ടി വീഴ്ത്തി ഭൂമിയിലേക്ക്. പാപത്തിന്റെ പരിഹാരം രക്തം ചീന്തണം. എബ്രായ ലേഖനം 9 പറഞ്ഞു, രക്തം ചീന്തിയിട്ടല്ലാതെ വിമോചനമില്ല. അപ്പോൾ ഈ വചനങ്ങളെല്ലാം സാത്താൻ അറിയാം. അതുകൊണ്ട് ദൈവം അതിൽ തൃപ്തിപ്പെടുമെന്നാണ് അവൻ കരുതിയത്. അതുകൊണ്ട് പാപപരിഹാര മാർഗവും പിശാച് തന്നെ കായീനിൽ കടന്നിട്ട് ഹാബേലിനെ കൊന്നു. ദൈവം അതിൽ തൃപ്തിപ്പെട്ടില്ല. ഓക്കെ. അപ്പോ പിശാചിന്റെ തന്ത്രം നാം തിരിച്ചറിയേണ്ടത്, ദൈവിക വെളിപ്പാടിനെതിരെ അവൻ വരും. അടുത്തത്, അവൻ ആദ്യം മുതൽ കൊലപാതകിയായിരുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. സത്യം എന്താണ്? വചനം. അപ്പോ അവനിൽ വചനമില്ല, പക്ഷെ അവൻ എന്തറിയാം? വചനം അറിയാം.
അറിയാമെന്നുള്ളവരിൽ വചനം വേണമെന്നില്ല. ഈ ബൈബിൾ കോളേജിൽ പഠിച്ചവരും ഈ നമ്മെ ഇത്രയും കാലം വചനം പഠിപ്പിച്ചവരും വചനം അറിയുന്നവരല്ലേ. പക്ഷെ അവരുടെ ഉള്ളിൽ വചനമില്ല. വചനം ആര്? പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കർത്താവ്. അത് അവരിലില്ല. അത് നമ്മളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കാലത്തേക്ക് സന്ദേശം നമ്മുടെ അടുക്കൽ വന്നപ്പോൾ കർത്താവ് നമ്മെ അത് ഗ്രഹിപ്പിച്ചത്. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ഈ 6 വിഷയം ഇന്നും എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചത്. ഇതുപോലെ നിങ്ങൾക്ക് ഓരോന്നും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 വിഷയം എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് തുറന്നെടുക്കാം. അപ്പോ സത്യം അവനിൽ ഇല്ലായകൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ എന്ന് പറഞ്ഞാൽ പിശാചിലുള്ളത് വചനമല്ല, എപ്പോഴും വചനത്തോട് എതിർത്ത് നിൽക്കുവാനുള്ള ഒരു ആത്മപ്രേരണയാണ് അവനുള്ളത്. അപ്പോൾ അവന്റെ ഉപദേശപ്രകാരം വചനം പഠിച്ചു വരുന്നവരും വെളിപ്പാട് തെറ്റിക്കുന്നതിനായി അവരുടെ ഉള്ളിൽ നിന്ന് അവർ ഭോഷ്ക് പറയുമ്പോൾ അവർ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. ഈ കാര്യം നമുക്ക് നോക്കാം. ഈ കാര്യം അവർ പറഞ്ഞ സ്വന്തം എന്താണ്? പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധന്റെ നാമത്തിൽ സ്ഥാനപ്പെടുത്താൻ പറഞ്ഞത് നമ്മൾ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്ഥാനപ്പെട്ടു. അവര് സ്വന്തത്തിൽ എടുത്ത് പറയുന്നത് എന്താണ്? വെളിപ്പാടില്ലാത്ത കാര്യമാണ്. പത്രോസ് അല്ല നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചത്, യേശു ക്രിസ്തുവാണ് മരിച്ചത്. ഇത് നമുക്കറിയാത്ത കാര്യമാണ്. പക്ഷെ എന്തിനാ അങ്ങനെ പറയുന്നത്? യേശുവിന് പറഞ്ഞത് കേട്ടാൽ മതി, പത്രോസ് പറഞ്ഞത് വേണ്ട എന്ന്. വാസ്തവത്തിൽ പത്രോസ് അല്ല അവിടെ സംസാരിച്ചത്, പത്രോസിനുള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ്. കുറച്ചുകൂടെ പറഞ്ഞാൽ ഇതേ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. കാരണം എന്താ? യേശു പറഞ്ഞു, ഞാൻ പോവുകയും മടങ്ങി വരികയും നിങ്ങളോടുകൂടെ വസിക്കും, നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ അപ്പോസ്തലന്മാരിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ചത് ഇതേ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ഇതൊരു വെളിപ്പാടാണ്. ഇത് മാത്രം നിങ്ങൾ നിങ്ങളുടെ ഈ ബന്ധുജനങ്ങളായ ഈ പെന്തക്കോസ്ത് സഭകൾ പറഞ്ഞു നോക്കും, അവരപ്പോൾ തന്നെ എതിർക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാകാത്തൊരു കാര്യം കർത്താവ് മറച്ചു വെച്ചിരുന്ന നമുക്ക് വെളിപ്പെടുത്തി തന്നാണ്. ഞാൻ പോവുകയും കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ മടങ്ങി വരികയും എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും, ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഇരിക്കും, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, നിങ്ങളോടുകൂടെ വസിക്കും. ഈ വസിക്കുന്നതാണ് മഹത്വത്തിന്റെ പ്രത്യാശ. ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. അപ്പോൾ പത്രോസിനോട് സംസാരിച്ച കാര്യം ഇനി പറയണം. കർത്താവായ യേശു ക്രിസ്തു നമ്മൾ പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. പരിശുദ്ധാത്മാവ് നമ്മൾ പഠിച്ചത് ഈ പരിശുദ്ധാത്മാവ് തന്നെയാണല്ലോ യേശു ക്രിസ്തു. ആ വെളിപ്പാട് നമ്മൾ മനസ്സിലാക്കി പറയുമ്പോഴാണ് അവരെതിർക്കുന്നത്. ഓടം പറയും, നിങ്ങൾ വചനവിരുദ്ധ ദുരുപദേശകർ. നോക്കൂ, അവർക്ക് മനസ്സിലാകാത്തതും വെളിപ്പെടാത്തതും വെളിപ്പെട്ടവർ എപ്പോഴും അവർക്ക് ശത്രുവാണ്. യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞ പാപികളെയെല്ലാം അവർ പള്ളിയിൽ നിന്ന് പുറത്താക്കി, അവരോട് കൂട്ടുകൂടിയില്ല. ഈ യേശു അവർ ബേൽസബൂൽ എന്ന് കണ്ട യേശു കർത്താവാണെന്ന് പിടികിട്ടിയവരാണ് ഈ പാപികൾ. അതുപോലെ ഈ യേശു ക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എതിർക്കുന്നെങ്കിൽ അവരാരാണ്? നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. യോഹന്നാൻ 8:44 പറഞ്ഞിരിക്കുന്നു. അവൻ ആദ്യം മുതലേ കുലപാതകി, അതായത് കുലപാതകി വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് പ്രാപിക്കാതിരിക്കാൻ, നിത്യജീവൻ പ്രാപിക്കാതിരിക്കാൻ ആത്മീക മനുഷ്യരെ കൊല്ലുക എന്ന പ്രവൃത്തി ചെയ്യുന്നത് ഈ ബൈബിൾ കോളേജിന്റെ പ്രോഡക്റ്റുകളാണ്, ഈ വിശ്വാസികൾ എന്ന് പറഞ്ഞ സഭകളാണ്. ഓക്കെ, അപ്പൊ യോഹന്നാൻ 8:44, പിന്നെ 2 കൊരിന്ത്യർ 2:11. 2 കൊരിന്ത്യർ 2:11 പറഞ്ഞ്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സാത്താൻ എന്ന് എഴുതിയിരിക്കുന്നു. നമുക്ക് മനസ്സിലായല്ലോ ആരാണ്? ദൈവിക പദ്ധതിക്കും വെളിപ്പാടിനും എതിരെ പറയുന്നവരാണ് പിശാച് എന്ന പിതാവിന്റെ മക്കൾ. നോക്കൂ, പക്ഷെ സാത്താൻ നമ്മെ സമീപിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുമോ, കർത്താവേ അങ്ങ് എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു എന്ന് സാത്താനെ ഒന്ന് തുറന്ന് കാണിക്കണമേ കർത്താവേ എന്ന് പറയാൻ നമുക്ക് ധൈര്യം ഉണ്ടാവൂ? അവനോ അതല്ലെങ്കിൽ അവന്റെ തന്ത്രവുമായോ അവന്റെ ഉപദേശവുമായോ വരുന്നവരോട് നമ്മൾ പറയാം, കർത്താവേ അങ്ങ് എന്നിൽ ഇരിക്കുന്നതൊന്ന് ഒന്ന് തുറന്ന് കാണിച്ചു കൊടുക്ക് കർത്താവേ. ആ അഗ്നിമയ തേരുകൾ അവിടെ നിന്നപ്പോൾ ഇയ്യോബല്ലേ കണ്ടത്? കർത്താവെ ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞില്ലേ? അപ്പം ഫെലിസ്തീൻ സൈന്യത്തെയും ശത്രുക്കളെ കണ്ടപ്പോൾ പകച്ചു നിന്നപ്പോൾ അവർ ഭയക്കാത്ത കാരണം
സ്വർഗീയ ദൂതന്മാർ സൈന്യമായി നിൽക്കുന്നത് കാണാൻ കഴിവില്ലാത്തവരായിരുന്നു അവര്. അപ്പോൾ ദൈവത്തിന്റെ ജനമെന്ന് പറയുന്നവർക്ക് കാണാൻ കഴിയാത്തതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവേ അതൊന്ന് കാണിച്ചു കൊടുക്ക്. അതുപോലെ ക്രിസ്തു എന്റെ ഉള്ളിലുണ്ട് എന്ന എന്റെ വിശ്വാസം, കർത്താവെ അവർക്കൊന്ന് കാണിച്ചു കൊടുക്ക്. ആ സാത്താൻ കണ്ട് ഭയക്കട്ടെ എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. അടുത്ത പടയാളിയുടെ പോരാട്ടം. ഓരോരോ വിഷയത്തിൽ നമ്മൾ നോക്കിയാണ്. ആദ്യം നമ്മൾ നോക്കിയത് കർത്താവ് ആയിരുന്നു, കർത്താവിന് പിന്നെ അമിതബലം, പരിശുദ്ധാത്മാവ് എന്നറിയണം. അത് കഴിഞ്ഞപ്പോൾ മാനുഷികമല്ല ജഡരക്തങ്ങളോടുള്ള ഈ പിശാച് നമ്മൾ പറഞ്ഞാൽ ഈ വരുന്ന മനുഷ്യരാണ്, അത് നമ്മൾ തിരിച്ചറിയണം. അടുത്തത് പോരാട്ടം എന്ന ഈ ബൈബിളിൽ പോരാട്ടം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പോരാട്ടം എന്ന് പൗലോസ് ഉപയോഗിക്കാൻ കാരണം, അന്ന് ഗ്രീസിൽ ഒരു മല്ലയുദ്ധം നടക്കുമായിരുന്നു. ആ മല്ലയുദ്ധം നടക്കുമ്പോൾ ഒരേ തരം ആരോഗ്യമുള്ളവർ തമ്മിലാണ് മല്ലയുദ്ധം. രണ്ടുപേരുടെയും കണ്ണ് കെട്ടും. കണ്ണ് കെട്ടിയിട്ട് ഇവർ തങ്ങൾ മല്ലയുദ്ധം ചെയ്യിക്കും. ജയിക്കുന്നവൻ തോൽക്കുന്നവന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കണമായിരുന്നു. തോൽക്കുന്നവന്റെ കണ്ണ് ജയിക്കുന്നവൻ ചൂഴ്ന്നെടുക്കണം. ലാസ്റ്റില് അവൻ പിന്നെ അവന്റെ ജീവിതകാലം മുഴുവനും അന്ധകാരത്തിലുള്ള ഒരു പോരാട്ടമാണ്. വെളിച്ചം അന്വേഷിച്ചുകൊണ്ട് അവന്റെ ജീവിതത്തിൽ ഒരു പ്രകാശം ലഭിക്കുവാൻ വേണ്ടി അവൻ പോരാടുന്ന ആ പോരാട്ടത്തെയാണ് പൗലോസ് ഇവിടെ അന്ധകാരമെന്നും പോരാട്ടമെന്നും പറയാൻ കാരണം. ഗ്രീസിലാണ് പൗലോസിന്റെ ശുശ്രൂഷക്ക് ധാരാളം സമയം നടന്നത്. ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ നടന്നിരുന്ന ഒരു പോരാട്ടത്തില് കണ്ണ് അന്ധനായ ഒരുവൻ, അതായത് നമ്മൾ ഈ സഭകൾ തന്നെയാണ് ഈ പോരാട്ടം. അവർ ആത്മീയ അന്ധരാണ്. കുരുടനെ വഴികാട്ടാണ്. നമുക്ക് ദൈവകൃപയാൽ കാഴ്ച ലഭിച്ചത്. അപ്പോൾ നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നവര്, അവർ ഇരുളിൽ നടക്കുന്നവരാണ്. അപ്പോൾ വിശ്വാസിയുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല. അവന്റെ ശത്രുക്കൾ മാനുഷികമോ ഭൗതികമോ അല്ല, അവ ആത്മീയമാണ്. അപ്പൊ മാനുഷികമല്ലെന്നത് നമ്മുടെ മുമ്പിലേക്ക് സുവിശേഷം പറയാൻ വരുന്ന ആ മനുഷ്യരല്ല ശത്രുക്കൾ, അവരെ നയിക്കുന്ന ആത്മാവാണ് ശത്രു. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദുരാത്മാവ് വിട്ടുപോവുകയും അവർ ക്രിസ്തുവിൽ സ്വതന്ത്രരാകുകയും ചെയ്യുന്നത്. കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ, ആ ഭാഗം ഇവിടെയാണ്. ദുഷ്ടാത്മസേനയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ദുഷ്ടശക്തികൾ എന്ന് പറയുന്നത് അന്ധകാരത്തിന്റെ അധിപതികളാണ്. അത് തിരിച്ചറിയണം. പിശാചല്ല. ഇവിടെ ഇതൊക്കെ പറയുന്നത് നിങ്ങൾ ഇനി പിശാചിനെ കാണരുത്. പിശാച് പ്രവർത്തിക്കുന്ന മനുഷ്യരെ കണ്ടില്ലെങ്കിൽ നമ്മൾ വീണുപോകും. ഇവരല്ല. നമ്മൾ പിശാചിനെ നോക്കിക്കൊണ്ടിരിക്കുന്നെങ്കിൽ പിന്നെ നമുക്ക് എന്ത് വെളിപ്പാടാ കിട്ടാൻ? മനസ്സിലാവുന്നുണ്ടോ? ഇത് തിരിച്ചറിയാൻ കഴിയുന്ന വ്യക്തിയാണ് വെളിപ്പാട് ലഭിച്ച വ്യക്തി. എന്താ വെളിപ്പാട്? മറഞ്ഞിരിക്കുന്ന കാര്യത്തെ, മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത കാര്യത്തെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ദൈവിക വെളിപ്പാടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ സഭകളൊന്നും, സഭയുടെ പുരോഹിതന്മാരോ വിശ്വാസികളോ നമ്മുടെ ശത്രു അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ സുവിശേഷം അറിയിക്കാൻ പോകണ്ട. നമ്മൾ സഭകൾ തോറും ട്രാക്ക് കൊണ്ടുപോകുന്നു, സുവിശേഷം അറിയിക്കുന്നു. അവർ നമ്മുടെ ശത്രു ആയതുകൊണ്ടല്ല. അവരെ നയിക്കുന്ന ആത്മാവ് നമ്മുടെയും ക്രിസ്തുവിന്റെയും ശത്രുവാണ്. അവരുടെയും ശത്രുവാണ്. അവർക്കത് അറിയുന്നില്ല. അറിയാതിരിക്കുന്ന കാര്യം എനിക്ക് വെളിപ്പെട്ടെങ്കിൽ വെളിപ്പാട് ലഭിച്ച വ്യക്തിയാണ് ഞാൻ. നമ്മളത് അവരോട് പറയണം. ദൈവവചന പ്രകാരം ലൂക്കോസ് 24-ാമത്തെ അധ്യായം എമ്മൗസിലേക്ക് പോയ കാര്യം നമ്മൾ വായിച്ചല്ലോ. യേശുവോട് ഒരിക്കലും പറഞ്ഞില്ല യെരുശലേമിൽ പോകാൻ പറഞ്ഞില്ല. അപ്പൊ യേശുവിന്റെ സാന്നിധ്യം അവർ എന്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ അപ്പം നുറുക്കി കൊടുത്തു. അതിനുശേഷം യേശു അവർക്ക് അപ്രത്യക്ഷമായി. പിന്നെ ബോഡിയിൽ കണ്ട യേശുവിനല്ല, ആ യേശു വന്നപ്പോൾ അവർക്ക് ലഭിച്ച അഭിഷേകം അവരെ നേരെ യെരുശലേമിലേക്ക് വഴി നടത്തി. ശരിയായ വഴി നടത്തൽ. ശരിയാണോ എന്നറിയാൻ യേശു തുടർന്ന് ശിഷ്യന്മാരോട് പറയുന്നു, പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും, നിങ്ങളോ ശക്തി ധരിക്കുവോളം യെരുശലേമിൽ പാർക്കുകയും.
അപ്പോൾ ഈ സഭകളോട് പറയേണ്ട ആദ്യത്തെ കാര്യം ഇതാണ്: നിങ്ങൾ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന പാസോ, നിങ്ങൾ എവിടെ വേണോ എന്തോ, പക്ഷെ നിങ്ങൾ ശക്തി ധരിക്കുവോളം യെരുശലേമിൽ പാർക്കാൻ പറഞ്ഞ പോലെ നിങ്ങൾ യെരുശലേമിൽ പാർത്തു. അതായത് എവിടെയായിരുന്നു നിങ്ങൾ കൂടിയിരുന്ന് കാത്തിരുന്ന് പ്രാർത്ഥിച്ചോ? എന്തിനു വേണ്ടിയിട്ടാണ്? ശക്തി ധരിക്കുവാൻ. ശക്തി ധരിക്കുവാൻ കൂടിയിരുന്ന് അവിടെ ചെന്നപ്പോൾ അവർക്ക് ലഭിച്ചത് അഭിഷേകം മാത്രമേ ഉള്ളൂ. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരെ സ്നാനത്തിന് വെള്ളം വിലക്കുവാൻ അധികാരമില്ലെന്നാ പറഞ്ഞത്. പ്രാപിച്ചവരെ. പ്രാപിക്കുക എന്ന് വെച്ചാൽ മേൽ വരുന്ന അഭിഷേകമാണ്. അവരുടെ മേൽ അഭിഷേകം വന്നപ്പോൾ ആ അഭിഷേകം പ്രാപിച്ച ഒരുവനിലൂടെ ഈ കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തർ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടും. അപ്പൊ ശരിയായ അഭിഷേകം പ്രാപിച്ച അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ സംസാരിച്ചത് തിരിച്ചറിയുകയും അവർ മറ്റൊരുവനല്ല എന്ന് നമുക്ക് വെളിപ്പെടുകയും ചെയ്യും. അത് വെളിപ്പെടുന്നവർ മാത്രമാണ് ദൈവത്തിന്റെ ആട്. എന്റെ ആടുകൾ എന്റെ ശബ്ദം തിരിച്ചറിയുമെന്നാണ്. ഈ ലോക സഭകൾ മുഴുവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നത് പത്രോസിന്റെ ശബ്ദമെന്നാണ്. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞവർ ദൈവത്തിന്റെ ആടല്ല. ഒരു അവിശ്വാസം എടുത്ത് ബൈബിൾ വായിച്ചാൽ പത്രോസ് അവരോട്, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ഇതാ ഞാൻ പറഞ്ഞത്, ബൈബിൾ മുഴുവനും എഴുതിയിരിക്കുന്നത് ബുദ്ധിയിൽ പഠിക്കുന്ന ഒരു മനുഷ്യൻ പാപത്തിൽ മരിച്ച് നാശത്തിലേക്ക് പോകുന്ന തരത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. വെളിപ്പാടുള്ള ജനത്തോടാണ് പറയുന്നത്. നാളെ ഇനി നിങ്ങൾക്കത് ലഭിച്ചില്ല എങ്കിൽ അങ്ങോട്ട് മാറിയിരുന്ന് പാസ്റ്റർ പറഞ്ഞത് ബൈബിൾ മുഴുവനും മരണത്തിൽ എഴുതിയിരിക്കുന്നു പറയുന്നത്. അതെ, മരണത്തിന് തന്നെയാണ്. എന്നാൽ അതിനകത്ത് ജീവനുമുണ്ട്. ആദ്യം കർത്താവ് എന്താ പറഞ്ഞത്? മരണം. സദൃശവാക്യത്തിൽ പറഞ്ഞത് മരണവും ജീവനും നിന്റെ നാവിൽ വയ്ക്കുന്നു. ജീവൻ ആദ്യത്തെ വാക്കല്ല, മരണമാണ് ആദ്യത്തെ വാക്ക്. അങ്ങനെയെങ്കിൽ ഭൂമിയിൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ച ശേഷം ആദ്യം കൊണ്ടുവന്നത് മരണത്തെയാണ്, സാത്താനെയാണ് കൊണ്ടുവന്നത്. ഏതെങ്കിലും തോട്ടം സൃഷ്ടിച്ചിട്ടും അവിടെ ആദ്യം സാത്താനെയാണ് കൊണ്ടുവന്നത്. ആദാമിനെ ഹവ്വയെ കൊണ്ടുവന്നിട്ട് അവരിൽ നിന്ന് ഒരു വ്യക്തി ജനിച്ചതും ആദ്യം പിശാചിന്റെ സന്തതി കായിനെയാണ് കൊണ്ടുവന്നത്. അബ്രഹാമിനെ വിളിച്ച് അനുഗ്രഹം പ്രാപിച്ചിട്ട് അവൻ ആദ്യം വന്നത് ഇസ്മായേൽ, ദൈവത്തിന്റെ ജനത്തെ തെറ്റിക്കുന്നവൻ. അപ്പൊ ബൈബിൾ നോക്കിയാൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോ ഈ ജനം ആരാണെന്ന് തിരിച്ചറിയണം. വെളിപ്പാട് ലഭിച്ചാൽ നമ്മൾ ദൈവത്തിന്റെ ആടാണെങ്കിൽ പറയണം, പത്രോസ് അവരോടെന്നല്ല, പരിശുദ്ധാത്മാവ് അവരോട് എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നത്. ഇനി പറയാൻ കൃത്യമായി വെളിപ്പാട് ലഭിച്ചെങ്കിൽ കർത്താവായ യേശുക്രിസ്തു പത്രോസിലൂടെ എന്ന് പറയണം. അപ്പോൾ അവർ ചോദിക്കും. അങ്ങനെ പറയാൻ പോകരുത്, പോണം. പോകുന്നതിന് മുമ്പ് വേറെ വചനങ്ങൾ അറിഞ്ഞിരിക്കണം. അവർ ചോദിക്കും, പത്രോസിലൂടെ കർത്താവായ യേശുക്രിസ്തു? അതെ. അപ്പൊ യോഹന്നാൻ സുവിശേഷത്തിൽ പോവേണ്ടി വരും, മത്തായിയിൽ പോവേണ്ടി വരും. പലയിടത്ത് ചെല്ലുമ്പോൾ യേശു പറഞ്ഞ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കണം. എനിക്കിനിയും വളരെ നിങ്ങളോട് പറയുവാനുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രഹിക്കില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങളെ അറിയിച്ചു തരും. അപ്പൊ യേശു ഇനി അനേകം കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ എനിക്കുള്ളത് നിന്ന് അവൻ എന്ന് പറഞ്ഞാൽ ഈ അവൻ വേറെ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ വെളിപ്പാട് ലഭിച്ചാൽ മനസ്സിലാവും, ഞാനോ ലോകാവസാനം എല്ലാന്നോളും നിങ്ങളോട് കൂടെ നിങ്ങളിൽ വസിക്കും. വസിക്കുന്നത് ക്രിസ്തു, അത് പരിശുദ്ധാത്മാവ്, അതാണ് ക്രിസ്തുവിന്റെ മുദ്ര, അതാണ് പരിശുദ്ധ മുദ്ര. അപ്പൊ പത്രോസിനോട് സംസാരിച്ചത് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയാൻ പോകുമ്പോൾ ഒന്ന് വചനം മനസ്സിലാക്കിയിട്ട് പോകണം. ഇല്ലെങ്കിൽ അവർ കൃത്യമായി പറയും നമ്മളാണ് ദുരുപദേശിച്ചത്. കാര്യം വചനം കൊടുക്കാൻ പറ്റില്ല, വെളിപ്പാട് കൊടുത്തിട്ട് ഗ്രഹിക്കുന്നില്ല. അപ്പൊ വചനം കൊടുത്തിട്ട് വെളിപ്പാടിലേക്ക് കൊണ്ടുവരുവാനുള്ള വാക്യങ്ങൾ ഇവിടെ ധാരാളം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇവയെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വെളിപ്പാടാണ്, ദൈവസഭയുടെ ഭാഗമാണ് എന്ന് ചെന്ന് പറയാൻ. ഇല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് ബുദ്ധിയിൽ ചോദിക്കും, പല ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളും ചോദിക്കും. അവിടെ ഇരുന്നുകൊണ്ട് പാസ്റ്ററെ ഇതിന്റെ മറുപടി ഒന്ന് പറഞ്ഞു തരാം, ഞാനൊന്ന് പറയട്ടെ, അല്ലെങ്കിൽ വാട്സാപ്പിൽ ഇടട്ടെ, എനിക്കൊന്ന് പറഞ്ഞു തരുമെന്നല്ല പറയേണ്ടത്. കർത്താവേ എന്ന് വിളിക്കുന്നു. ആ കർത്താവ് വെളിപ്പെടുത്തു തരുന്ന സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ ലഭിച്ചവരല്ലേ? പരിശുദ്ധാത്മാവ് പ്രാപിച്ചവൻ ആരാലും ഉപദേശിക്കേണ്ടതല്ലേ? അവൻ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് പറഞ്ഞിട്ട് പിന്നെ പാസ്റ്റർ വിളിക്കേണ്ടി വന്നാൽ വിളിക്കണം തോന്നിയാൽ വിളിച്ചോളൂ. ആദ്യത്തെ കാര്യങ്ങളൊക്കെ ഈ സിസ്റ്റർ ചിരിക്കുന്നത്. സിസ്റ്ററിന്റെ ഇവർ പോയ ചർച്ചില് അവിടുത്തെ ആന്റിയും പാസ്റ്ററും എല്ലാം കൂടെ നീണ്ട ലേഖനം അയച്ചു കൊടുക്കും. നമ്മൾ ശരിയല്ല, മരണത്തിലേക്കാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞായിരിക്കും. അപ്പൊ ഒരു മറുപടി കൊടുക്കണം, എനിക്ക് ഇതിന്റെ മറുപടി തരുമോ എന്ന് നോക്കും. അങ്ങനെ മറുപടി ഇട്ട് കൊടുക്കും, അതെടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. കുറെ വെളിപ്പാട് പറഞ്ഞു കൊടുത്തു.
മറുപടി ഒന്നും ഇല്ലല്ല, ഇതുവരെ ഇട്ടിട്ടില്ല. ആദ്യം കുറെ മെസ്സേജ് അയച്ചോണ്ടിരുന്നു, ആദ്യമൊന്നും കൊടുത്തില്ല. പറഞ്ഞത് മാതാപിതാക്കൾ വിതച്ചുവെങ്കിൽ കൊയ്യും, ഇല്ലെങ്കിൽ നിങ്ങളെ കൊയ്യില്ല, അത് നാശത്തിനാണ് നിങ്ങൾ വന്നത്. അപ്പൊ അവര് പറയും മാതാപിതാക്കൾ വിതച്ചുവെങ്കിൽ കൊയ്യും, ഇല്ലെങ്കിൽ കൊയ്യില്ല. ഞാൻ കുറെ ചോദ്യങ്ങൾ പറഞ്ഞ് ഇട്ടുകൊടുത്തു. ബർത്തിമായുടെ അപ്പൻ എന്ത് വിതച്ചിട്ടാണ് യേശുവിനായിരുന്നു മനസ്സിലായത്? കല്ലറിയാൻ കൊണ്ടുവന്ന സ്ത്രീയുടെ അപ്പൻ അമ്മ എന്ത് വിതച്ചിട്ടാണ്? സിറോഫനിക്കൽ സ്ത്രീ എന്ത് വിതച്ചിട്ടാണ്? ഗദരദേശത്ത് ഭൂതം പിടിച്ചവൻ എന്ത് മനസ്സിലാക്കിയിട്ടാണ്? അവന്റെ അപ്പനെ എന്ത് വിതച്ചിട്ടാണ്? ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു, വേറെ ഒരുപാട് കാര്യങ്ങൾ. അത് വായിച്ചതല്ലാതെ ഒരു മറുപടി ഇല്ല. അവരെന്ത് മറുപടി പറയും? അവരപ്പനും അമ്മയും വിതച്ചിട്ടാണ് അവരെല്ലാം കർത്താവ് നേടിയത്. അപ്പനും അമ്മയും വിതച്ചവര് യേശുവിനെ ബേൽസബൂൽ എന്ന് പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത പോലെ വിശ്വാസികൾ പുരോഹിതനോട് ചോദിക്കും, നിങ്ങൾ ഇവനെ കുറിച്ച് എന്ത് പറയുന്നു? ബേൽസബൂൽ, ബേൽസബൂൽ ഇവന് ചെന്ന് പറയും. പക്ഷെ അവൻ എന്ത് ചോദിക്കണം? കർത്താവേ എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് വരെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ വെളിപ്പാട് പറയാൻ പോകുമ്പോൾ നമ്മൾ ഇത്രയും നിങ്ങൾ പറഞ്ഞാൽ മതി. പത്രോസിനോട് സംസാരിച്ചത് കർത്താവായ യേശുക്രിസ്തു തന്നെ എന്ന് പറയണമെങ്കിൽ അതിനു മുമ്പുള്ള വചനം ക്ലിയർ ആയിരിക്കണം. നമുക്ക് ഇതെല്ലാം മണവാട്ടിയുടെ ഹൃദയത്തിൽ വേണം. എന്നെ പഠിപ്പിച്ചു, പക്ഷെ വീട്ടിൽ വന്ന് ഒരുപാട് വചനങ്ങളൊക്കെ എടുത്ത് വായിക്കുകയും വായിച്ചു പോകുമ്പോൾ നമുക്കത് കറക്റ്റ് കർത്താവ് കണക്കി തരും. അപ്പോൾ ആ പേജ് എടുക്കുകയും അതും ഇതും കൂടെ ചേർത്ത് ഞാൻ ഡയറിക്ക് എഴുതി, ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം കൂടെ വെറുതെ എഴുതി തയ്യാറാക്കും. ഫോണിൽ എഴുതിയിട്ടുണ്ട്, ബുക്കിൽ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വെളിപ്പെടുന്ന കാര്യങ്ങൾ എഴുതി വെക്കണം. കറക്റ്റായിട്ട് കർത്താവ് ഇണവചനങ്ങൾ ചേർത്ത് കാണിച്ചു. അപ്പൊ ഇതെല്ലാം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും, ശരിയാണ്, കർത്താവ് യേശുക്രിസ്തു തന്നെയാണ്. ഞാൻ പോയി മടങ്ങി വന്ന എല്ലാ നാളും നിങ്ങളോടിരിക്കും. അപ്പോൾ ലോകം കാണുകയില്ല, നിങ്ങളോ കാണും. ഞാൻ നിങ്ങളോടുകൂടെ വസിക്കും. അവരോട് കൂടെ ഒന്നല്ല. ലോകത്തിന് എന്നെ കാണുവാനോ ഗ്രഹിക്കാനോ കഴിയാത്തത് കൊണ്ട് എന്നെ പ്രാപിക്കാനും കഴിയില്ല എന്ന് വായിച്ചിട്ടുണ്ടോ? അതൊക്കെ പ്രാപിക്കാന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കാന്ന്. അപ്പൊ ഞാൻ തന്നെ എന്നെ പ്രാപിക്കാനേ കഴിയില്ലെന്ന പിന്നെ അങ്ങനെ അവരുടെ ഹൃദയത്തിൽ വസിക്കുന്നത്. ഇത് ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വായിക്കുമ്പോൾ അവിടെ കർത്താവേ എന്നെ മനസ്സിലാക്കാൻ കഴിയില്ല, ഗ്രഹിക്കാനില്ല, എന്നെ പ്രാപിക്കാനും കഴിയില്ല. യേശുക്രിസ്തുവിനെ പ്രാപിക്കാൻ, അതെ, അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് പ്രാപിക്കാം. യോഹന്നാൻ 14 വയസ്സ് പറഞ്ഞു, ഇവരെല്ലാം നമ്മെ ഉപദ്രവിക്കുന്നത് എന്തുകൊണ്ടാണ്? പിതാവിനെയും എന്നെയും അറിയാത്തത് കൊണ്ട് തന്നെ നിങ്ങളെ ഉപദ്രവിക്കുന്നു എന്നാണ്. നമുക്കിത് ഒന്നെന്ന് മനസ്സിലായി, അവർക്കിത് രണ്ടെന്ന് മനസ്സിലായത് കൊണ്ടാണ് അവർ നമ്മളെ ഉപദ്രവിക്കുന്നത്. ഇത് ഒന്നെന്ന് കണ്ടെങ്കിൽ നമ്മൾ അവർ ഒന്നായി തീരും, ക്രിസ്തുവിൽ ഒന്നായി തീരുമായിരുന്നു. ഓക്കെ, ഈ ജനങ്ങളെല്ലാം പ്രാപിച്ചിരിക്കുന്നത് പിശാചിന്റെ ആത്മാവിനാണെന്നുള്ള ബോധം വരണം. ബോധം ഉണ്ട് എങ്കിൽ, ബോധം ഞാൻ മീൻസ് അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ രക്തത്തിന്റെ വില നിങ്ങളോട് ചോദിക്കും. ഇവിടെ വന്നിരുന്ന് ഇതെല്ലാം കേട്ട് മനസ്സിലാക്കി പോയിട്ട് അവരോട് പറയുവാനുള്ള കാര്യം നിങ്ങളെ ഏൽപ്പിക്കുകയാണ് കർത്താവ്. ഇപ്പോൾ ഇവിടെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 2 കൊരിന്ത്യർ 10:4 പറഞ്ഞത്, ഞങ്ങളുടെ പോരാട്ടത്തിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളത് തന്നെ. അതെന്താ? പരിശുദ്ധാത്മാവ്. അപ്പൊ ബുദ്ധിയിൽ ഒരു വ്യക്തിയോട് സംസാരിക്കാൻ പോകാന്ന് പറഞ്ഞാൽ ആ കോട്ടകളെ ഇടിക്കാൻ കഴിയില്ല. ബൈബിൾ ജ്ഞാനം കൊണ്ട് ചെന്ന് കോട്ടകൾ ഇടിക്കാൻ കഴിയില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് എത്ര വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞാലും അവരുടെ മുമ്പിൽ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, ഇപ്പൊ നിങ്ങളായിരുന്നു ശരി തന്നെ, അവിടെ കർത്താവേ ബൈബിൾ എന്താ പറയുന്നത്? നിങ്ങൾ സംസാരിക്കാൻ എഴുന്നേൽക്കുന്ന നാളിൽ ഞാൻ നിങ്ങളുടെ നാവിൽ നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പൂർണ്ണമായി വിശ്വസിച്ചു നിങ്ങൾ പോയാൽ മതി. പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ട്, കാര്യം നമ്മളത് കേട്ടിരിക്കുന്നു. അത് തക്ക സമയത്ത് തന്നെ കർത്താവ് നമുക്കത് നൽകി തരും. ഈ ക്രിസ്തു വിശ്വാസിയുടെ ഒരു പടച്ചട്ട എന്ന് പറയുന്ന കാരണം, എഫേസ്യർക്കുള്ള ലേഖനം എഴുതുമ്പോൾ പൗലോസ് തടവറയിലായിരുന്നു. അവൻ തടവറയിൽ കിടന്നുകൊണ്ട് ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. നിരന്തരം കാവൽക്കാരുടെ മേൽനോട്ടത്തിന് കീഴിലായിരുന്നു പൗലോസ് എന്ന കാര്യം നമ്മൾ അറിയണം. അപ്പോൾ
ലോക മനുഷ്യർ പിടിച്ച് അവനെ ജയിലിലാക്കിയെങ്കിലും ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്, ഉദ്ദേശമുണ്ട്. നമ്മുടെ പല കാര്യങ്ങളും പഠിപ്പിക്കാനാണ് കർത്താവ് അവിടെ അവനെ കൊണ്ടാക്കിയത്. അവനൊരു പോറൽ പോലും ഏറ്റതുമില്ല. രാത്രിയും പകലും അവന് പടയാളികളുടെ പടച്ചട്ട തന്നെ നോക്കിയിരിക്കേണ്ടതായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അവന്റെ മുമ്പിൽ ദുഷ്ടതയുടെ ശക്തികളെ എതിർക്കുവാൻ ക്രിസ്തീയ വിശ്വാസികൾക്ക് ആവശ്യമായ സർവായുധ വർഗം ഒരു ആദർശ മാത്രമായിരുന്നില്ല, അവന്റെ ഉള്ളിൽ ഒരു ഉറപ്പായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആ ജയിലിൽ കിടക്കുമ്പോഴും അവൻ പേടിക്കില്ല. കാര്യം എന്താ? അവൻ ക്രിസ്തുവിൽ ആ കാലത്തിന്റെ ജീവിതം കഴിഞ്ഞ ശേഷം ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് അവൻ ജീവിച്ചത്. അതാണ് പറഞ്ഞത്, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരുവനെ ഞാൻ അറിയുന്നു. അത് അവൻ തന്നെയാണ്. അവന്റെ അകത്തെ മനുഷ്യൻ പോയാണ് 3-ാം സ്വർഗത്തോളം എന്ന് വെച്ചാൽ അത്രത്തോളം പോകാൻ കഴിയുള്ളൂ. ഇപ്പോഴും യേശുവിന്റെ കാലത്തിന് മുമ്പുള്ള ജനങ്ങൾ 3-ാം സ്വർഗത്തോളമാണ് എടുക്കപ്പെട്ടത്. അവിടെയാണ് അവർ അബ്രഹാമിന്റെ മടിയിൽ വിശ്രമ സ്ഥലത്താണ്. ഒന്നാമത്തെ കാര്യം ഇവിടെ എടുക്കാം, സമയം ആകാറായി. ഓക്കെ, സത്യമെന്ന അരപ്പെട്ട ഓരോ പടയാളിയുടെ വസ്ത്രമാണ് ഒന്നാമത്തത്. ഇപ്പം ആരാണ് പടയ്ക്ക് ഒരുങ്ങുന്നത് മനസ്സിലായല്ലോ, എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ, ആരാണ് ശത്രു എന്ന് മനസ്സിലായല്ലോ. പിശാചല്ല. പച്ചയ്ക്ക് പിശാച് പറഞ്ഞിരിക്കുന്നു. പിശാച് ബാധിച്ച് വെളിപ്പാടുള്ള വ്യക്തിയുടെ അടുക്കിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയല്ല ശത്രു, പിശാചാണ് ശത്രു. ഈ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഭവനങ്ങളിലുള്ളവർ തന്നെയാണ്. ഇതിൽ വിശ്വസിക്കാത്ത ബന്ധുജനങ്ങളും വീട്ടിലുള്ളവരും തന്നെയാണ് പിശാച് ഉപയോഗിക്കുന്നത്. അവർ തന്നെയാണ് എതിർ ക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും. അവരോട് പറയണം. സത്യം എന്ന അരപ്പട്ട ധരിക്കുന്നതിന്റെ ഉദ്ദേശം പടയാളിയുടെ വസ്ത്രം ശരീരത്തിൽ ഒട്ടിയിരിക്കുന്നതിനാണ്. അത് വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഉലഞ്ഞ് ആടുന്നത് തടയുന്നതിനാണ്. അവന് സ്വതന്ത്രമായി ഉറപ്പോടും ധൈര്യത്തോടു കൂടി അവന് മുന്നോട്ട് ചലിക്കുന്നതിനുള്ള ഒരു അടയാളമാണ് സത്യമെന്ന അരപ്പട്ട. അപ്പോ അരപ്പട്ട ധരിക്കുന്നത് എന്തിനാണ്? മുന്നോട്ട് ചലിക്കുന്നതിനാണ്. പക്ഷെ എന്താണ്? അവൻ ഉടുത്തിരിക്കുന്ന വസ്ത്രം അവന് ഉറപ്പ് നൽകുന്നു. എന്താണ് അവൻ ഉടുത്ത വസ്ത്രം? നീതിയുടെ വസ്ത്രം, ദൈവവചനം. ഒരു മണവാട്ടി, ക്രിസ്തു വിശ്വാസി, അവന്റെ വസ്ത്രമാണ് ദൈവവചനം. നമ്മൾ ദൈവവചനം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ വെളിപ്പാട്. സഭ മണവാട്ടിയെ കർത്താവ് വെളിപ്പാടിലാണ് കെട്ടുന്നത്. അവന് ലഭിച്ച വെളിപ്പാടുമായി അവൻ അവന് ലഭിച്ച വെളിപ്പാടുമായി അവൻ ക്രിസ്തുവിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവന് ലഭിച്ച വെളിപ്പാടെല്ലാം സത്യമാണ് എന്ന ഒരു ഉറപ്പ്, അതാണ് അവന്റെ അരച്ചട്ട. അവനെ ധൈര്യപ്പെടുത്തുന്നത്, അവനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. ഏത് പടയാളി വന്നാലും, ശത്രു എത്ര തന്നെ പ്രബലനായിരുന്നാലും, അവന് ലഭിച്ച വെളിപ്പാട് കൃത്യം വാസ്തവമാണ് എന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അവൻ സത്യമെന്ന അരപ്പട്ട കെട്ടിയവനാണ്. എന്താണ് സത്യം? വചനം. എന്തിനാണ് കെട്ടിയിരിക്കുന്നത്? വചനത്തെ അല്ല, വെളിപ്പാടിനെ. വസ്ത്രത്തെയാണ്. നമ്മൾ തന്നെ വസ്ത്രം കൊടുത്തതിന് ശേഷം ബെൽറ്റോ അല്ലെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഉറപ്പാണ്, അല്ലേ? അതുപോലെ ഒരു ക്രിസ്തു വിശ്വാസി, അവൻ വചന വെളിപ്പാടിന്മേൽ കർത്താവ് കെട്ടിക്കൊണ്ടുവന്ന ഒരുവൻ, അവൻ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അവന് ലഭിച്ച ആ വെളിപ്പാടിനെ അവനിൽ തന്നെ ഒന്ന് ഉറപ്പിക്കുന്ന ധൈര്യമാണ് അവൻ ലഭിക്കുന്നത്. ഈ അരപ്പട്ട ലഭിച്ചാൽ അടങ്ങിയിരിക്കുകയുമില്ല. കാര്യം എന്താ? ഇല്ലാത്തവർക്കാണ് ഭയം. ഇപ്പൊ തന്നെ നമ്മൾ പാൻസ് ഇട്ടാലും മുണ്ടുടുത്താലും ഇപ്പൊ സഹോദരിമാർ പാവാട എന്റെ വസ്ത്രങ്ങൾ ധരിച്ച ചുരിദാറിട്ടിരുന്നാലും അത് നല്ല ബലത്തിലാണെന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാൻ നല്ല ധൈര്യം തോന്നും. അതല്ലെങ്കിലോ പുറത്തേക്ക് പോലും പോകില്ല. അപ്പോൾ നമ്മൾ ധരിച്ച വസ്ത്രം എന്ന വെളിപ്പാട് എനിക്ക് ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചതാണെന്നുള്ള ഉറപ്പും ധൈര്യവും ഉണ്ടെങ്കിൽ അതിന് ഞാൻ കണക്കിടുന്ന ഒരു വിലയാണ് സത്യം എന്ന അരപ്പട്ട. ധൈര്യമായി പോകാം. അത് തന്നെയാണ് വെളിപ്പാട്, അത് തന്നെയാണ് ക്രിസ്തു. ആ ക്രിസ്തു നമ്മെ വഴി നടത്തുക തന്നെ ചെയ്യും. ഭയക്കേണ്ട ആവശ്യമില്ല.
യോഹന്നാൻ 1:14. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. പിതാവിൽ നിന്ന്, യോഹന്നാൻ 1:14, പിതാവിൽ നിന്ന് ആ തേജസ് ഏകജാതനായവനിൽ കണ്ടു. അപ്പോൾ 1 തിമോത്തി 3:16 പറയുന്നു, ഗോഡ് മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ജഡശരീരത്തിൽ വന്നത് ദൈവമാണ്. അതാണ് 1 യോഹന്നാൻ 4:2 പറയുന്നത്. യേശു ക്രിസ്തു ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്, അല്ലാതെ